कैडबरी 5 स्टार में है चॉकलेट, कैरमल और नोगा, तो खाइए और खो जाइए. Hello dear students, a very good morning to one and all. So today we are continuing with this advertisement chapter, this module, and we are moving on to the next part, that is regarding the media or the medium through which these advertisements are telecasted or broadcasted, or how these are produced and all that. So media, what is meant by media? Media is very much associated with the word advertisement, because we know that wherever we go we can see these advertising posters or news or matters or information everywhere. If you are traveling in a bus, we can see the advertisement on the bus and on the way to that particular destination and all that, on the walls as hoardings or billboards, or in your mobile phones when you use an app. If you are going through YouTube, you can see ads through media. So whether it is print or broadcast media or any other web, etc., we can see advertisements everywhere. So this word media has become tightly associated with the word advertising. Media is only used for advertising എന്നാണ് പറയുന്നത്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കിട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കുന്നത്? അഡ്വർടൈസിങ് യൂസസ് വേരിയസ് മീഡിയ ടു കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് ടു ദ കസ്റ്റമേഴ്സ്, ദാറ്റ് ഇസ് റേഡിയോ, ടി വി, ഔട്ട്ഡോർ ബോർഡ്സ്, പോസ്റ്റേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ്, മെയിൽ സർവീസസ്, കോഫി മഗ്സ്, കാർസ്, ബസ്സസ്, കമ്പനി ട്രക്സ്, പാക്കേജ് ലേബിൾസ് ആൻഡ് യെല്ലോ പേജസ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ രീതിയിലും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. വി ആർ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് പ്രിൻറ്റ് മീഡിയ. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പ്രിൻറ്റ് മീഡിയ? സോ പ്രിൻറ്റ് മീഡിയയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഹൗ ലോങ് യു മേ കീപ് ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്റ്റ്. ഇപ്പം മീഡിയയിൽ നിന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാൻസിയൻ്റ് ആണ്, ടെമ്പററി ആണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ആ ഒരു പരസ്യം കാണുന്നു. Of course, we know that how long they may telecast, they may broadcast that particular advertisement, we can watch it. But compared to the print media എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡോക്യുമെൻറ്റഡ് ആണ്, കുറച്ചും കൂടെ സ്റ്റോർഡ് ആണ്, റെക്കോർഡഡ് ആണ്. സോ ഇറ്റ് വിൽ ബി ദർ ഫോർ എ ലോങ് ടൈം. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. Includes newspapers, magazines, directories, mail, brochures, packaging, and all other forms of message delivery that are produced by printing words or images on paper or some other materials such as balloons, t-shirts, caps and pens. നമുക്കിപ്പോൾ വല്ല സെമിനാർസൊക്കെ അറ്റൻഡ് ചെയ്യുക, വല്ല വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക, വല്ല ഫിലിം ഫെസ്റ്റിവൽസ് ഓർ അങ്ങനെയുള്ള ഗ്യാതറിങ്സിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പൗച്ചസ് ഓർ ഫയൽസ് ഓർ ബാഗ്, അതിലൊക്കെ ഈ പറയുന്ന പോലുള്ള അതുമായി ബന്ധപ്പെടുന്ന ഒരു മാറ്റർ അതിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു പ്രോഗ്രാം, ഒരു ഫങ്ഷൻ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ, അത് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെടുന്ന ഈ പറയുന്ന പലതരം സംഭവങ്ങളിൽ, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ പൂരം ഫെസ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് ആ ഒരു AVTയുടെ ക്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്പനികളുടെ പ്രോഡക്ട്സിൻ്റെ ക്യാപ്പ് അവർ തരും, വെയിൽ കൊള്ളാതിരിക്കാനുള്ള ആ ഷെയ്ഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുകയാണ്. Okay, we are having one use with that particular product, but in that product the advertisement will be printed on it. So അതിലൂടെ അത് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. So print messages are relatively permanent compared to broadcast messages. Advertising pretty products via newspapers or magazines is a common practice. Ads can be placed in promotional brochures or leaflets. Newspapers are generally the cheapest way to reach a mass audience. That is the very good advantage of newspapers. It is very cheap, cost effective ആണ്, അതേസമയം ലാർജ് ഓഡിയൻസിനെ കവർ ചെയ്യുകയും ചെയ്യുന്നു, മാസ് ഓഡിയൻസ്. However, newspapers carry many ads. There is a danger of ads getting lost in the visual clutter. That is its disadvantage. ന്യൂസ് എന്ന് പറയുന്നതിൽ ക്ലട്ടർ ചെയ്തിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, തിങ്ങി നിറച്ചിട്ട്. അപ്പം നമുക്ക് അവിടെ നോട്ടീസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത കുറവാണ്. Okay, it will be very much difficult to get noticed into that particular ad and all that. If you do use newspapers for advertising, make sure your ad space is large.
Sometimes we can see a whole page is dedicated to to the advertisement of a car or for Kalyan Jewelers or for any Jayalakshmi sarees and all that. അപ്പോൾ ഒരു ഹോൾ പേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഓഫ് ദ പേജ് ആണെങ്കിൽ പിന്നെയും നോട്ടീസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലോ it may be there is a chance of getting lost. The cost of advertising space is fixed in accordance to the space taken by the advertisement, the position of advertisement, and the readership commanded by the publication. The type of paper used also is taken into consideration when fixing the price. For example, an advertisement in the glossy pages of the newspaper supplement or magazine costs more. So if you are printing this, if you are giving this advertisement on a glossy page, that means particularly in some sort of magazines and all that. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അത്ര ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ അതിലുള്ള ആ ഒരു പ്രൊജക്ഷൻ ഓർ ഇഫ് യു ആർ ഗിവിങ് എ ജ്വല്ലറി ആഡ് ഓർ ഇഫ് യു ആർ ഗിവിങ് കോസ്മെറ്റിക്സ് ഫെയർ ഗ്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ ന്യൂസ് പേപ്പറിൻ്റെ പേജിന് അത്രയ്ക്ക് അധികം ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ പരസ്യം അത്രയ്ക്കധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ല. whereas if you are giving this same advertisement in a glossy page in a magazine, the effect of it will be much higher than that of giving it in a newspaper. Okay, so അവിടെ കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് അപ്പീലിംഗ് ആയിട്ട് ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ആഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് വിൽ ബി മോർ എക്സ്പെൻസീവ് ദാൻ ഗിവിങ് ഇൻ എ ന്യൂസ് പേപ്പർ. ഓക്കെ, ക്വാളിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് മോർ എമൗണ്ട്. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. Magazines are also an effective medium for advertisements. The quality of magazine printing can be used for conveying attractive images. The use of color photography is especially effective in magazine print advertising. As the number of magazine ads are fewer per page, the competition for the reader's attention is reduced. But magazine ads cost more than newspaper ads. That is the problem. In newspaper, we had seen that advertising clutter will happen, whereas in magazine it will be reduced. So there will be more attention given to those ads given in a magazine, but it takes much cost. It is not that much cost effective. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിലുള്ള അഡ്വാൻറ്റേജസ് മറ്റൊന്നിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലായിടത്തും ഒരു ബാലൻസിൽ കൊണ്ടുപോയാലാണ് ആളുകളിലേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ന അതേസമയം തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തുകൊണ്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഹിയർ യു ക്യാൻ സീ എ ബോക്സ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക്. ന്യൂസ് പേപ്പേഴ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റീഡർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം, റീഡർ ഹാബിറ്റ്, ലോയൽറ്റി ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, ഷോർട്ട് ലീഡ് ടൈം, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഗുഡ് ഫോർ ഡീറ്റെയിൽഡ് കോപ്പി. ആൻഡ് അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പുവർ റീപ്രൊഡക്ഷൻ, എസ്പെഷ്യലി കളർ. ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഒരു ബാഡായിട്ടുള്ള ഒരു അപ്പീലിംഗ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടല്ല ന്യൂസ് പേപ്പറിൽ ആഡുകൾ വരുന്നത്. ഡിക്രീസിങ് റീഡർഷിപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നതുകൊണ്ട് ഉപകാരമില്ലാതെയായിട്ട് മാറിയെന്ന് വരും. ക്ലട്ടർ, ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ലോട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്, സോ ദർ വിൽ ബി എ കൈൻഡ് ഓഫ് ക്ലട്ടർ ഹാപ്പനിങ്. ക്ലട്ടർ എന്ന് വെച്ചാൽ കുറേ വരില്ലേ, കുറേ വരുമ്പോഴത്തേക്കും നമുക്കതിൽ ഏത് വായിക്കണം, കുറേ സ്കിപ്പ് ചെയ്ത് പോകും. ദാറ്റ് ഇസ് വൺ ബൈ ക്ലട്ടർ. So clutter is a problem. Then the last one is media waste or mass audience. ഒത്തിരി ഓഡിയൻസ് വായിക്കുന്നുണ്ട്, നമുക്കവിടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഇല്ല, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഡിയൻസ് എന്ന് പറയാനായിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്കവിടെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതില്ല. ഇറ്റ് ഇസ് എ മാസ് മീഡിയ വേസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ്, കുറേ ഒരു മിക്സഡ് ഗ്രൂപ്പാണെന്നുള്ളതുകൊണ്ടാണ്. Then magazines, audience selectivity. Yes, that's what we mentioned. Magazines എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള മാഗസീൻ, ഫാഷൻ ഓർ സ്പോർട്സ് ഓർ ട്രാവലിംഗ്, അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് നമുക്കതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഫാഷൻ റിലേറ്റഡ്, ക്ലോത്ത്സ്, കോസ്മെറ്റിക്സ്, അങ്ങനെ പോകും. ഫുഡ് റിലേറ്റഡ് മാഗസീൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും പ്രോഡക്ട്സും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഓഡിയൻസ് സെലക്ടിവിറ്റി ഈസ് ദർ. എക്സ്പെർട്ടീസ് എൻവയൺമെൻറ്റ്, ഹൈ ക്വാളിറ്റി റീപ്രൊഡക്ഷൻ, സിൻസ് ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റർ ഇമ്പാക്റ്റ്. നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും, അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയൊക്കെ നല്ല കൂടുതലായിരിക്കും, ലേഔട്ടും സ്ട്രക്ചറൊക്കെ ഭംഗിയുള്ളതായിരിക്കും. ലോങ് ലൈഫാണ്, സിൻസ് ഇറ്റ് ഇസ് പ്രിൻറ്റഡ്. ഹൈ ക്രെഡിബിലിറ്റി. ലോങ് ലീഡ് ടൈം, ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം ടു ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്, ടു ഗെറ്റ് പ്രിൻറ്റഡ്. ലോ മാസ് റീച്ച്, സിൻസ് ദ ഓഡിയൻസ് ഇറ്റ് ഇസ് ടാർഗറ്റഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മാസ് മീഡിയ എന്ന് പറയാൻ പറ്റില്ല, മാസ് ഓഡിയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. കോസ്റ്റ്ലി പ്രൊഡക്ഷൻ, ലോ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് വീക്ക്ലി ഓർ മന്ത്ലി ഓർ ക്വാർട്ടർലി ആണ് മാഗസീൻസ് ഇറങ്ങുക, ഡെയിലി ഇറങ്ങത്തില്ല. ന്യൂസ് പേപ്പറൊക്കെ ഡെയിലി ഇറങ്ങുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും, ഫ്രീക്വൻ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും.
We have direct mail facilities. Direct mail facilities will give or will focus on potential customers. Okay, so it will be very much easy for a person. See, ഇപ്പോൾ നമുക്കൊരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ കേൾക്കുന്ന ആളുകൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയായി ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യാനായിട്ട്. സോ ദിസ് ഡയറക്റ്റ് മെയിൽ ഇസ് എ പെർട്ടിക്കുലർ advertising technique that is used, which has got a high impact because the customers or the other party, they will be much interested in knowing or getting things. So we can specify the service or information to be given to that particular community of customers. Okay, so അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് വേയിലാണ് നമ്മൾ ഡയറക്റ്റ് മെയിൽ സെൻഡ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ദെൻ ദ കമ്പനി will send a mail directly to you, or will send flyers or letters or invitation or such kind of things related to the product and the services directly to you. So direct mail allows you to target an audience that is most likely to respond favorably to your products or services. In order to make this advertising medium cost effective, you will need to narrow your target audience. So we have to we have to know about the audience community and how far they are required for selling our product. Adannu filter ചെയ്തിട്ട്, see, even we can see in this online purchases and all that, there will be filters based on brand, fabric or curves and all that. So when we choose this particular option, cost or this fabric or brand or price, money and all that, the thing will be narrowed and it will make us much more easier to select from that particular section or from that particular category. അതുപോലെ തന്നെയാണ് ഇവിടെ ഡയറക്റ്റ് മെയിൽ സെൻഡ് ചെയ്യുമ്പോഴും ആദ്യം ഓഡിയൻസിനെ നാരോ ഡൗൺ ചെയ്തിട്ട് അതിന്ന് ബൈയിങ് പൊട്ടൻഷ്യാലിറ്റി ഉള്ള ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് മെയിലിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പേഴ്സണലി മെയിൽ സെൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഫോളോ അപ്പ് ഇസ് ക്രൂഷ്യൽ ആൻഡ് വി ഹാവ് ടു ഫോളോ അപ്പ് ദം. അപ്പോൾ ചുമ്മാ മെയിൽ വിട്ടാൽ മാത്രം പോരാ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. അഗൈൻ ടേക്ക് ദ റെസ്പോൺസസ് ഓർ ട്രാക്ക് ദ റെസ്പോൺസസ് ആൻഡ് അഗൈൻ വി ഹാവ് ടു സെൻഡ് ദ മെയിൽ ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഈ കസ്റ്റമേഴ്സ് ഓർ ഓഡിയൻസ് അവർ നഷ്ടപ്പെട്ട് പോയി എന്നുമിരിക്കും. സോ ഇറ്റ്സ് എ വെരി റിസ്കി പ്രോസസ് ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ ഇമ്പാക്റ്റ്. കാരണം പേഴ്സണലൈസ്ഡ് വേയിലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ആണ് കുറച്ചും കൂടെ. ഒരു ലക്ഷ്യമില്ലാതെ വെടിവെക്കുക അല്ലെങ്കിൽ അമ്പെയ്യുക അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആണ് ദിസ് ഓഡിയൻസ്. ഓക്കെ, ദാറ്റ് പേഴ്സൺ. സോ അവിടെ ഫോക്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവരെ നിലനിർത്തുക എന്ന് പറയുന്നത്, സസ്റ്റെയിൻ ചെയ്യിക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്. Advertising in the yellow pages is the most cost-effective advertising medium for many area-specific services. In yellow page advertising, the fact that your ad will be placed alongside a competitors is a negative aspect. So next one is yellow pages advertising. Yellow pages advertising എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ചീപ്പർ ആയിട്ടുള്ളൊരു means of displaying your advertisement and all that. അവിടെയും നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും അതിൽ അവൈലബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് യൂസ് ചെയ്യുന്നത്, അതിലെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുകയും അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടും സാധിക്കും. And we have broadcast advertising. After print media, we can see broadcast advertising such as radio, television and all that. So let's go through that part. Television, definitely we know that television is or broadcast advertising is a popular advertising medium that has been several mediums like television, radio or the internet. അപ്പോൾ മെയിൻ ആയിട്ട് 3 മീഡിയംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റേഡിയോ ആദ്യം വന്നിട്ടുള്ളത്, ഓഡിയോ ശബ്ദം മാത്രമുള്ളത്, ദെൻ കെയിം ടെലിവിഷൻ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ളത്, ദെൻ കെയിം ഇൻ്റർനെറ്റ് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇഫ് വി ഡോണ്ട് ലൈക്ക് എ പെർട്ടിക്കുലർ ആഡ്, വി ക്യാൻ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഈവൻ കമൻറ്റ് ഓൺ ഇറ്റ് through YouTube or Facebook and all that. Yes, so television has the broadest exposure of any medium because audio visual ആണ് and internet ഇല്ലാത്ത ആളുകൾക്ക് പോലും അതൊന്നും ഇല്ലെങ്കിൽ പോലും ടെലിവിഷൻ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. So television reaches a larger audience. Television advertisements are very popular because they address a captive audience. ആളുകൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നതൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ക്യാപ്റ്റിവിറ്റി ഉണ്ടായിരിക്കും, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നു. കാരണം ഒന്ന് വിഷ്വലിയും കൂടി ഉള്ളത് കൊണ്ടാണ്. The viewer is held captive by the message till he or she changes the channels or switches the TV off. അപ്പോൾ എത്ര നേരം കാണുന്നു അത്ര നേരം അവരെ പിടിച്ചിരുത്തുന്നു, ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്നു.
The cost of television advertising depends on the duration of the advertisement, the time of broadcast, and the popularity of the television channel on which the advertisement is going to be aired. So, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, the first one is the duration of the advertisement. ചില ആഡ്സ് 30 seconds or 60 seconds, that means 1 minute, അങ്ങനെ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അതിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് പൈസയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഒരു മാറ്ററാണ് അതിൻ്റെ കോസ്റ്റ് ഒരു നോക്കുന്നത്. 30 seconds ആകുമ്പോൾ 60 secondsനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 15 seconds ആഡ്, അങ്ങനെ പല സെക്കൻഡ്സ് ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നത്. അത്ര നേരം എടുക്കുകയാണല്ലോ നമ്മൾ ആ ടി വിയിൽ നിന്നും ആ ചാനലിൽ നിന്നും. രണ്ടാമത്തെ കാര്യം ടൈം ഓഫ് ബ്രോഡ്കാസ്റ്റ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വിഷു ഓർ ഈസ്റ്റർ അങ്ങനെ ഫെസ്റ്റീവ് ടൈംസ് ഓർ ഹൈപ്പിൽ നിൽക്കുന്ന ടൈം ആൾക്കാർ കൂടുതലും വ്യൂ ചെയ്യുന്നത് പെർട്ടിക്കുലർലി ഈവനിങ് ടൈം ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഹോളിഡേയ്സ്, സൺഡേയ്സ് ഓർ മുടക്ക് ദിവസങ്ങൾ, പണിമുടക്ക് അതുപോലുള്ള ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ടൈം വളരെ ക്രൂഷ്യലാണ്. കാരണം ആളുകൾ വീട്ടിലുണ്ടായിരിക്കുന്ന സമയവും ജോലിക്ക് പോകുന്ന സമയവും. അപ്പോൾ ഇത് കാണുന്ന സമയത്തിനനുസരിച്ചിട്ട് അവിടെ ആഡ് ഇടുകയാണെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് എല്ലാവരിലേക്ക് എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരല്ലേ അത് വ്യൂ ചെയ്യത്തുള്ളൂ. സോ ദ ടൈം ഓഫ് ബ്രോഡ്കാസ്റ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും ഫെസ്റ്റീവ് ടൈമിൽ കൂടുതൽ പരസ്യങ്ങൾ കാണിക്കുന്നത്. കാരണം ഫെസ്റ്റീവ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആളുകൾ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. And if the channel is playing a movie for the first time, definitely the audience rating will be much higher than the other time. അപ്പോൾ അവിടെ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അവർ കുത്തിയിരുന്ന് കാണുമെന്നറിയാം. സോ ദാറ്റ് ഈസ് ഓൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ആൻഡ് ദ പോപ്പുലാരിറ്റി ഓഫ് ദ ടെലിവിഷൻ ചാനൽ. ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലിൽ വേണം, TRP റേറ്റിംഗ് കൂടുതലുള്ള ചാനലിൽ വേണം പരസ്യങ്ങളിടുന്നത്. കാരണം അത്ര ആൾക്കാർ അധികം കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ടെലിവിഷനിൽ ആഡ്സ് കൊടുക്കാനായിട്ട്. When the primary goal of advertising is to create an awareness about a brand or a product among the consumers, it is known as image advertising. Television is an excellent medium for image advertising. So, ഒരു ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ ബ്രാൻഡിനെ കുറിച്ചോ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ, ഇപ്പോൾ ചില പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ബ്രോഡ്കാസ്റ്റഡ് ഇറ്റ് ത്രൂ ടെലിവിഷൻ. കാരണം ടെലിവിഷൻ എന്ന് പറയുമ്പോൾ റേഡിയോയിൽ ഇല്ലാത്തൊരു പോയിൻ്റ് അവിടെ ഉണ്ട്. വിഷ്വലിയും കൂടെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചും കൂടി തരുന്നൊരു സംഭവം വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമേജ് അഡ്വർടൈസിങ്. ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം ദ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഗിവൺ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഷോൺ. സോ ദിസ് സീയിങ് വിഷ്വലായിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടെ വരുന്നത് കൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇമേജ് അഡ്വർടൈസിങ്. So television is an excellent medium for image advertising. The mix of visuals with audio make the viewers feel involved. The per person cost to reach viewers through television is very expensive. The emergence of local cable stations is opening up this advertising avenue to many companies that otherwise would not have been able to afford it. സോ വളരെ ഇഫക്റ്റീവാണ്, കോസ്റ്റ് ഇഫക്റ്റീവാണെന്ന് പറയാൻ വേണമെങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ വളരെയധികം എക്സ്പെൻസീവാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ പരസ്യം ചെയ്യാനായിട്ട് ആസ് വി മെൻഷൻ ഒരു ഫീച്ചർ ഫിലിമൊക്കെ പിടിക്കുന്നതിൻ്റെ അത്രയും റിസ്ക്കും അത്രയും എഫേർട്ടും ഒക്കെ ആവശ്യമുള്ളൊരു മേഖലയാണ് അഡ്വർടൈസിങ് മേഖല എന്ന് പറയുന്നത്. സോ വിഷ്വലി അപ്പീലിംഗ് ആക്കണമെങ്കിൽ വി നീഡ് ദാറ്റ് മച്ച് pre-planning, pre-production, and the production cost will be higher than other medium. പ്രിൻറ്റ് മീഡിയത്തിനെക്കാട്ടിലും റേഡിയോനെക്കാട്ടിലും ഒക്കെ കൂടുതലായിരിക്കും ഡെഫിനറ്റ്ലി ടെലിവിഷനിൽ നമ്മൾ മുടക്കുന്ന അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ഫ്യൂ പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് വൈൽ ഫീച്ചറിങ് ദീസ് ആഡ്സ് through television. Humor always sells. People will be interested in watching humorous ads. സോ ആഡ്സിന് കുറച്ചും കൂടെ ഒരു ഹ്യൂമറിൻ്റെ ഒരു എലമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ കണ്ടിരിക്കുമെന്നാണ് ഒരു ആസ്പെക്റ്റ്, ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഗിവ് ദ വ്യൂവർ എ സ്ലൈസ് ഓഫ് ലൈഫ്. ഇറ്റ് ഷുഡ് ബി, ഇപ്പോഴത്തെ പല പരസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പല ആസ്പെക്റ്റുകളെയും, സൊസൈറ്റിയിലുള്ള പല ആസ്പെക്റ്റുകളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആഡ്സുകളാണ് കാണുന്നത്, പ്രത്യേകിച്ച് വിമൻ എംപവർമെൻറ്റ്.
സോ ഈക്വാലിറ്റി, സെക്ഷൽ അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടൊക്കെയാണ് ഒത്തിരി ആഡ്സ്, ഇപ്പോൾ നല്ല ആഡ്സ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ലൈഫിൻ്റെ എലമെൻറ്റും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് അത് ഇമോഷണലി എത്തിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകൾ കാണിക്കുക. പണ്ട് അച്ഛൻ മക്കളെ നോക്കിയിരുന്നത് ഇന്ന് മക്കൾ അച്ഛനെ എങ്ങനെ നോക്കുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓണത്തിന് വീട്ടുകാരും അടുത്തില്ല, സോ അവർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആഡ് വളരെ ഇമോഷണലായിട്ട് മാറുന്നു. നമ്മളെന്നും അത് ഓർത്ത് വെക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളെന്നും ഓർത്ത് വെക്കുന്ന ആഡ്സ് എന്തോരമുണ്ട്, അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് വെക്കുക. either it would be having any kind of humorous element in it or otherwise any emotional element in it. Okay. So give the viewer a slice of life. Show loyal customers testifying the virtues of the product. Testimonial commercials persuade the customer to believe in the value of the product or service. Definitely testimonials കൊടുക്കുന്നത് കൂടുതലും ഈ പറയുന്ന പോലെ തന്നെ സ്കിൻ പ്രോഡക്ട്സിനൊക്കെ ആയിരിക്കും. ഇന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ ചർമ്മം എങ്ങനെയായിട്ടുണ്ട്, ഇന്ന ക്രീം ബെറ്ററാണ്, ഇന്ന ഓയിൽ, ഇന്ന ഹെയർ കെയർ ഓയിൽ തേച്ചിട്ട് എൻ്റെ മുടി വളർന്നിരിക്കുന്നു. സോ ടെസ്റ്റിമോണിയൽസ്, ലോയൽ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസ്, പിന്നെ പലപ്പോഴും പല ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് വിൽ make the customer believe in that particular product. Problem solution. Show how a particular problem is solved by using the product advertised. Okay, of course, bathroom cleaning or a Vim or a Surf Excel or such kind of ഡിഷ് വാഷ് ഓർ ഡിറ്റർജൻറ്റ് പൗഡേഴ്സിനൊക്കെയാണ് പ്രോബ്ലം സൊല്യൂഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹാർപ്പിക്കിൻ്റെ പോലുള്ള പരസ്യങ്ങൾ അല്ലേ. കുറേ നാളത്തെ പ്രോബ്ലമാണിത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഒരു മുട്ടുവേദന, സന്ധിവേദന, അതിനൊക്കെ പ്രോബ്ലത്തിന് പരിഹാരമായിട്ടൊരു പ്രോഡക്റ്റ് വരുന്നു. അപ്പോൾ പ്രോബ്ലം സൊല്യൂഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ക്രിയേറ്റ് എ ക്യാരക്ടർ ടു സെൽ യുവർ പ്രോഡക്റ്റ് ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ്. ക്യാരക്ടേഴ്സ് ക്യാൻ ചേഞ്ച് ബ്രാൻഡ് പ്രിഫറൻസസ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള മെയ്ഡ് ക്യാരക്ടർ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എടുക്കാം. ഓർ യു ക്യാൻ സെലക്ട് പേഴ്സണ ഫ്രം ദ റിയൽ ലൈഫ്, ഐദർ സെലിബ്രിറ്റി ഫോർ ദാറ്റ്. അപ്പോൾ ആ പേഴ്സണെ വെച്ചിട്ട് ആ ബ്രാൻഡിൻ്റെ ഒരു പീരീഡ് ഓഫ് ഇയേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ അംബാസിഡറായിട്ട് അവർ വെച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആ ഒരു ബ്രാൻഡിന് പ്രിഫറൻസ് കൂടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ടിപ്സ് ടു ക്രിയേറ്റ് സക്സസ്ഫുൾ ആഡ്സ്. ഇനി സക്സസ്ഫുൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടെക്നിക്കലായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൂടുതലും പറയുന്നത് ഇവിടെ. ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. മേക്ക് ഷുവർ that you use the name of the product within the first 10 seconds. Remember that you have to teach people its name. ആ പ്രോഡക്റ്റിൻ്റെ പേര് ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ആ പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞിരിക്കണം. അല്ലാതെ കുറേ പറഞ്ഞ് അവസാനം പറയുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് 10 സെക്കൻഡ്സിനുള്ള ആ പ്രോഡക്റ്റിൻ്റെ പേര് പറയാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ക്ലോസപ്സ്. യുവർ പ്രോഡക്റ്റ് ഇസ് ദ ഹീറോ ഓഫ് യുവർ കൊമേഴ്ഷ്യൽ, സോ യൂസ് ക്ലോസപ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ ക്ലോസപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രൈ ടു ഗ്രാബ് അറ്റൻഷൻ ഇൻ ദ ഫസ്റ്റ് ഫ്രെയിം വിത്ത് എ വിഷ്വൽ സർപ്രൈസ്. ആളുകളിലേക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എത്തിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു സർപ്രൈസ് എലമെൻറ്റ് ഇട്ടിട്ട് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുക. റിസർച്ച് ഹാസ് ഷോൺ ദാറ്റ് വോയിസ് ഓവേഴ്സ് ആർ നോട്ട് വെരി ഇഫക്റ്റീവ് ഇൻ ഹോൾഡിംഗ് ദ വ്യൂവേഴ്സ് അറ്റൻഷൻ. ട്രൈ ടു ഗെറ്റ് യുവർ ആക്ടേഴ്സ് ടോക്ക് ഓൺ ക്യാമറ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിനെ, ഒരു സെലിബ്രിറ്റിയുടെയോ വോയിസ് ഓവർ കൊടുക്കാതെ ജസ്റ്റ് മേക്ക് ദാറ്റ് ആക്ടർ ബി ഷോൺ ഓൺ ദാറ്റ് ക്യാമറ. അയാൾ നേരിട്ട ക്യാമറയോട് സംസാരിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ദ റീസെൻ്റ് ആഡ് നമ്പീഷൻസ് നെയ്, ഓക്കെ ഇറ്റ്സ് നോട്ട് ഷുഗറി, ഇറ്റ്സ് സ്വീറ്റ് എന്ന് പറയുന്ന പോലെ ക്യാമറയ്ക്ക് നോക്കി നമ്മളോട് സംസാരിക്കുന്ന പോലെ കൊടുക്കുക. സോ ആളുകൾക്ക് കുറച്ചും കൂടെ അതൊരു റിലയബിലിറ്റി അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോ ദ പ്രോഡക്റ്റ് ഇൻ യൂസ്. ഡെഫിനറ്റ്ലി ഷോ ദ പ്രോഡക്റ്റ്. Okay, these are the major technicalities that we have to remember while going for a perfect ad or to make the ad successful. Okay, അപ്പോൾ ഇത്തരം പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് we can move on to radio. Radio is the theatre of the mind. റേഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഇറ്റ് ലാക്സ് ദ വിഷ്വൽ എലമെൻറ്റ് ഇൻ ഇറ്റ്. സ്റ്റിൽ ഇറ്റ് വിൽ ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ ലിസണേഴ്സ്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഒരു പെർട്ടിക്കുലർലി ഇഫ് ദ ജിങ്കിൾസ്, ഈ ജിങ്കിളൊക്കെ നമ്മൾ പാടി നടക്കും. ഈ റേഡിയോയിൽ സ്ഥിരം കേട്ട് നമുക്ക് ഒത്തിരി ചെറുപ്പകാലം തൊട്ടേ റേഡിയോയിൽ കേൾക്കുന്ന പല പരസ്യങ്ങൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പരസ്യം കേൾക്കുമ്പോഴത്തേക്കും വീൽ തിങ്ക് അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മുടെ മനസ്സിൽ ഇമേജായിട്ട് വരും. അതൊരു പവർഫുൾ ആയിട്ടുള്ള മീഡിയം ആണെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ തിയേറ്റർ ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിലാണ് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ
പ്രോഡക്റ്റിനെ കുറിച്ചും ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന ആളെക്കുറിച്ചും അയാളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് റേഡിയോ ഇസ് ദ തിയേറ്റർ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ലിസണേഴ്സ് മസ്റ്റ് കൺസ്ട്രക്ട് their own visuals for what they hear. They have to create mental pictures not only for programming content but also for commercials. The radio is the choice of small scale advertisers. അപ്പോൾ വിഷ്വലി ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി the next step is to broadcast their advertisement through this audio platform that is called as radio. The radio is the choice of small-scale advertisers. Radio can't hope to achieve the strong photographic impact of print advertising or the drama of television, but radio jingles have a very great impact on the audience. So radio jingles is very much important. Many people still remember and enjoy popular radio jingles, and the music triggers of the image of the product in the consumer's മൈൻഡ്. അപ്പോൾ ഈ റേഡിയോയിൽ ഈ ജിങ്കിൾ മീൻസ് ആസ് ഐ മെൻഷൻഡ് ഈ ആഡുകളുടെ സോങ്സിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടുള്ളത്. മനസ്സിലെ തളിർമരത്തിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി, അതൊക്കെ അതിൻ്റെ ജിങ്കിൾസാണ്. ഓർ ഡയറി മിൽക്കിൻ്റെ കിസ്മി എന്നുള്ള ആ സോങ്ങൊക്കെ, അതാണ് അതിൻ്റെ ജിങ്കിൾ എന്ന് പറയുന്നത്. ആ ആഡിൻ്റെ സോങ് എന്ന് പറയുന്നത്, ആഡിൻ്റെ ലിറിക്സ്, ആ മ്യൂസിക്കും എല്ലാം കൂടെ ചേരുന്നത്. സോ ഈ ജിങ്കിൾസ് നമ്മുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും. ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു റിമെമ്പർ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്. ഓക്കെ. Radio also offers image transfer by which the members of a target audience are exposed to the sights and sounds of a brand's TV message. സോ ടെലിവിഷനിൽ ഓൾറെഡി കണ്ടിട്ടുള്ള വിഷ്വലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പിന്നീട് ഒരുപാട് നാൾ നമുക്കത് ടെലിവിഷനിൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വി നീഡ് ടു പേ ഫോർ ദാറ്റ്. ഓക്കെ. സോ പിന്നീട് നമ്മളിത് റേഡിയോയിലാണ് ഇടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആ ജിങ്കിൾ കേൾക്കുമ്പോൾ ദേ ക്യാൻ റീകോൾ ദ വിഷ്വൽ ഇമേജ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ദാറ്റ് ദേ ഹാഡ് സീൻ ഓൺ ദ TV. സോ അതുകൊണ്ടാണ് അതിനെ തിയേറ്റർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഔട്ട്ഡോർ അഡ്വർടൈസിങ്. ഔട്ട്ഡോർ അഡ്വർടൈസിങ് എന്നുള്ളത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈറ്റിലായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വി ക്യാൻ സീ ഫ്യൂ തിങ്സ് ആർ മെൻഷൻഡ്. Outdoor advertising is a popular form of advertising which makes use of different techniques to attract prospective customers. എന്തൊക്കെയാണ് നമുക്കവിടെ വരുന്നത്? Some examples are billboards or kiosks and events and organized by the company to promote a product or service. അപ്പോൾ പലതരത്തിൽ നടത്തുന്ന ഇവൻറ്റുകൾ, കിയോസ്കുകൾ, ബിൽബോർഡുകൾ ഓർ ഹോർഡിങ്സ് ഒക്കെയാണ് നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മാറ്റർ ഓർ ഔട്ട്ഡോർ അഡ്വർടൈസിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ. കിയോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്മോൾ സ്ട്രക്ചർ വിത്ത് വൺ ഓർ മോർ ഓപ്പൺ സൈറ്റ്സ് ദാറ്റ് ഈസ് യൂസ് ടു വെൻഡ് മെർച്ചൻഡൈസ്. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിക്കിൾസ്, മാഗസീൻസ്, അതൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻസും സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോക്സ് ലൈക്ക് ഒരു സ്മോൾ സ്ട്രക്ചർ ലൈക്ക് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കിയോസ് എന്ന് വിളിക്കുന്നത്. ബിൽബോർഡ് അഡ്വർടൈസിംഗ് ഹാസ് ടു ബി വെരി അട്രാക്റ്റീവ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് ദ പാസർ ബൈ. ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ഹാർഡ് ടു അവോയ്ഡ് വ്യൂയിങ്. കാരണം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, എവിടെയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഈവൻ പോസ്റ്റുകളിൽ, നമ്മുടെ കിയോസ്കുകളിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ, എയർപോർട്ടിൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബസ്സിനകത്ത്, പലതരം പ്രോഡക്ട്സിൻ്റെ പുറത്തായിട്ട്, പാക്കറ്റ്സുകളിലായിട്ട്, അങ്ങനെ റോട്ടിൽ, വാളിൽ, എല്ലായിടത്തും വലിയ വലിയ ഹോർഡിങ്ങുകളായിട്ട്. അപ്പം നമ്മളുടെ കണ്ണുന്നത് എങ്ങോട്ടും രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. But despite the high visibility factor, no one spends much time reading them. That is the problem. So visually കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് ദ ആസ്റ്റർ മെഡിസിറ്റി ആഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് ഉള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആഡ്, ഐറോണിക്കലായിട്ടുള്ള ആഡുകളാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ അത് വായിക്കാൻ ചിലപ്പോൾ നമ്മളൊന്ന് നിന്ന് പോയെന്ന് വരും. അതേസമയം തന്നെ സാധാരണ രീതിയിൽ ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്സ് അങ്ങനെ വായിക്കാനായിട്ട് അത്രയധികം നേരം ആൾക്കാർ നിന്ന് കൊടുക്കണമെന്നില്ല. സോ അത് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട്, വെരി ഷോർട്ടായിട്ട്, ക്രിസ്പായിട്ട്, അപ്പീലിംഗ് ആയിട്ട്, അത്രയും ബിഗ്ഗായിട്ട് കൊടുത്താൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. So the message has to be conveyed in a simple and effective manner. Outdoor displays rely on eye-catching photographs to convey messages. They can be effective for simple image advertising messages and especially to reinforce messages already being presented in other media. As we mentioned, serials in a ad ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി അത് ടെലിവിഷനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മുടെ കണ്ണിന്ന് മാഞ്ഞു പോവാതിരിക്കാൻ, ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേണിങ്ങിലൊക്കെ ആണെങ്കിൽ അവിടെ വലിയ ഹോർഡിങ് വെച്ചുകൊണ്ട് നമ്മളെ അത് ഓർമ്മിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. just as a reminder. Kiosks provide an outlet for the company products and also give information about the product. Companies organize trade fairs and exhibitions for advertising their products. So എക്സിബിഷനുകൾ, ട്രേഡ് ഫെയറുകൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. Companies sponsor events that are closely associated with their product service. For instance, a company that manufactures tires can sponsor car racing events to advertise its products. Definitely car racing competitionസിലൊക്കെ നമുക്ക് ടയറിൻ്റെ പരസ്യങ്ങളാണ് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഏത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പോൾ ഒരു സെമിനാർസോ അല്ലെങ്കിൽ അതുപോലുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വി ക്യാൻ സീ ബുക്സ് ഓർ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആക്കഡമിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പരസ്യങ്ങളായിരിക്കും അവിടെ കൂടുതലും കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടും ഓരോ ഇവൻറ്റിനനുസരിച്ചിട്ടും അതുമായി ബന്ധപ്പെടുന്ന പ്രോഡക്ട്സിൻ്റെ സെയിൽസ് അവിടെ കൂടുതലായിട്ടും നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. Next one is cinema and video. Cinema and video, definitely we know that when we go for a movie, we can see, we have to watch, if we had entered that theatre, we have to watch these ads for almost 10 to 15 or to 20 minutes even. അപ്പോൾ നമ്മൾ ഇരുന്ന് കാണുന്നതിൻ്റെ മാർഗ്ഗമുള്ളൂ, നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാൻ നമ്മുടെ കയ്യിൽ റിമോട്ട് ഇല്ല, വേറൊരു മാർഗ്ഗവും ഇല്ല. മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾ ദാറ്റ് വി ക്യാൻ സ്കിപ്പ് ദ ആഡ്. ബട്ട് ചില ആഡുകൾ വി ഹാവ് ടു വാച്ച് ഇറ്റ് ബിക്കോസ് ദ വീഡിയോ വിൽ ബി പ്ലേഡ് ഓൺലി ആഫ്റ്റർ ദി ആഡ്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതേസമയം സിനിമ തിയേറ്ററിലാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ വിത്ത് അസ്. സോ advertisers make use of movie theatre commercials. The movie theatres generate revenue by running commercials before movies called trailers. സോ ട്രയലേഴ്സ് എന്നുള്ള പേരിലാണ് ഈ മൂവിക്ക് മുന്നേ ഉള്ള ആഡുകളെ വിളിക്കുന്നത്. അത് നമ്മളിരുന്ന് കാണുക വേണം. തിയേറ്റേഴ്സിനുള്ളൊരു വലിയൊരു റവന്യൂ ആണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽസ് കൊടുക്കുന്നത്. The advertisers use popcorn bags and coffee teacups that are used in cinema halls. Okay, you might have seen the Drishyam 2 coffee mug or paper cup. അതിൽ നമ്മൾ ടീ പോർ ചെയ്യുന്ന സമയത്ത് ഓർ കോഫി പോർ ചെയ്യുന്ന സമയത്ത് ആ ഹോട്ട് വാട്ടർ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ ദൃശ്യത്തിൻ്റെ ഇമേജ് തെളിഞ്ഞു വരുന്നത്. എങ്ങനെയൊക്കെ ആളുകളിലേക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, വെദർ ഇറ്റ് ഈസ് എ മൂവി ഓർ ഇഫ് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓർ ഇഫ് ഇറ്റ് സർവീസ്, അതെത്തിക്കാൻ സാധിക്കുമോ അതിനൊക്കെയുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇന്ന് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The only advantage of movie theatre commercials is a captive audience because we don't have any other choice, and the lack of clutter. Yes, definitely അത്രയധികം കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അതവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവുമുണ്ട്. ക്ലട്ടർ ചെയ്തിട്ടല്ല, വളരെ സെലക്റ്റീവായിട്ട് നമ്മളിരുന്ന് ശാന്തമായിട്ടിരുന്നത് കാണുക തന്നെ വേണം. സോ അവിടെ ക്ലട്ടർ ഉണ്ടാവില്ല, നമ്മളുടെ ശ്രദ്ധ അത് തീർച്ചയായിട്ടും പിടിച്ചു പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് captive. It has got a captive audience. Sometimes we are exposed to 20 minutes of advertising before the film starts. Okay, video cassette producers have found that commercials on rented movies and CDs can reach mass audience. ചിലപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കാസറ്റ്സിൽ പണ്ടൊക്കെ ആണെങ്കിൽ വീഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാസറ്റുകളിൽ ഈ പറയുന്ന പോലെ തന്നെ ആഡുകൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് റിസർച്ച് ഷോസ് 2/3 ഓഫ് പീപ്പിൾ റീസെൻറ്റ് വീഡിയോ ആഡ്സ് ബട്ട് സ്റ്റിൽ ദേ വാച്ച്. ബട്ട് ആൾക്കാർ അധികം കാണത്തില്ല, കാരണം വീഡിയോയിലും CDസിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്കിപ്പ് ദാറ്റ്. നമുക്ക് വേഗം ഫോർവേഡ് ചെയ്തിട്ട് അത് അടിച്ചു കളഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. Another type of video advertising is the product video produced by a company as an individual infomercial. So commercial എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഫർമേഷ്യൽ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആഡ് മാത്രം CDകളിലാക്കി ഇറക്കുന്ന തരത്തിലുള്ള വീഡിയോ അഡ്വർടൈസിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ആഡ്സ് മാത്രമേ അതിലുണ്ടാവത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ മേജർ ബ്രാൻഡ്സ് ഹാസ് എ പ്രോഡക്റ്റ് വീഡിയോ, എ വീഡിയോ കാറ്റലോഗ് ഓർ എ CD റൂം ഫോർ മാർക്കറ്റിംഗ് പർപ്പസ്. അപ്പോൾ അത് മാർക്കറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലും അതുപോലെ എക്സിബിഷൻസൊക്കെ നടക്കുന്ന സ്റ്റാളുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോ CDs ആൻഡ് അഡ്വർടൈസിങ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ആ ഒരു പ്രോഡക്റ്റ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ, ആ ഒരു സർവീസ് അതിനെക്കുറിച്ച് മാത്രം. അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ചില ബാങ്കുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ, ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഫിനാൻസ് കമ്പനീസ് ഓർ ഇൻ എ ജ്വല്ലറി ഓർ ഇൻ എ റെസ്റ്റോറൻറ്റ്, അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർ അതിനുവേണ്ടി മാത്രം വീഡിയോസ് ഇറക്കി അതിങ്ങനെ നിരന്തരം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
their impact is much greater than that of typical television commercial. ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ വല്ല മാർക്കറ്റിംഗ് ഏരിയാസിലൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം മാത്രമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റർ ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. We have promotional video networks. So promotional video networks are companies that use videos or satellite transmission to distribute programs and commercial messages. These companies supply various organizations with programming that carries brand messages. So എയർപോർട്ടുകൾക്ക്, ഹോസ്പിറ്റൽസിന്, ട്രക്ക് ടെർമിനൽസിനൊക്കെ നമ്മൾ സർവീസ് ഓർ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മെസ്സേജസും കൂടെ ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ കൺവേ ചെയ്ത് പോകുന്നു. അതൊരു തരത്തിലുള്ള അഡ്വർടൈസിങ് ടെക്നിക്കായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് വി ഹാവ് എ സ്മോൾ ടേബിൾ ലൈക്ക് ഓർ എ സെറ്റ് ഓഫ് ഡിസ്ക്രിപ്ഷൻ given here comparing television, radio and direct mail and outdoor advertising. നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ഓഡിയൻസ് ആണ്, മീഡിയ വേസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ലാർജ് ഓഡിയൻസിലേക്കാണ് എത്തുന്നത്, ടാർഗറ്റഡ് അല്ല. സോ ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇൻട്രൂസീവ് ആണ്, അതോടൊപ്പം തന്നെ ദീസ് മെസ്സേജസ് ആർ ഷോർട്ട് ലിവ്ഡ്. Just like when we compare television ad with the print media, we can see that in print media the ad exists for a longer time, whereas in television it has got a shorter lifespan. Okay. Radio, audience selectivity, theatre of the mind, frequency builder, low production cost. So compared to television, radio bears a low production cost and it is a theatre of mind, as we mentioned. When the listener, when the audience, when the consumer, when the customer hear the jingles or the music, when the customer listen to the jingle of that particular product, he or she will think about the product and the details and all that in his mind. That's why it's called as theatre of the mind. Low attention, low reach, only through sound messages, short-lived. Just like television, messages are short-lived, and we can take the advantage of the audio alone, not the video. Direct mail, highly selective, measurable result, can be personalized, demands attention. As we mentioned, it needs continuous follow-up and all that. So it demands attention and it is personalized, highly selective, as well as it has got high impact and all that. Clutter, junk mail perception. So when we are sending direct mail to the customers, they will send back us the feedback or they will respond to it. So it will have got a lot of cluttered. This company will have to deal with a lot of mails and all that, junk mails and all that. High cost per message, long lead time. So it needs a long lead time as well as it has got a high cost per message. We are sending this email and all that. Outdoor advertising, just like billboards, hoarding, kiosk and all that. Localized, frequency builder, directional signage and all that. Low exposure, short exposure time, poor reputation, that means visual pollution, zoning restriction, അതായത് ഇന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് വെക്കേണ്ടി വരും എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ബിൽബോർഡ്സിനൊക്കെ ഉണ്ട്. സോ ഓൾ ദീസ് ആർ ദ ബേസിക് broadcasting media advertising technique that we had gone through. So just go through the portions. We can meet in the next class with the rest of the portion of this particular module. Till then, all of you take care, be safe and be strong. Thank you. Bye-bye.